ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ന് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിക്കല്ലേ പറയുന്നുണ്ട് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ. വേറെ ഒന്നും കാണിക്കാനില്ല ഗൈസ്, ഞാൻ ഉണ്ടാക്കണമല്ലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയില്ലേ, അനീഷ എന്ന് പറയലില്ലേ, എൻ്റെ ഫ്രണ്ട് നമ്മളെ അമരമ്പലത്തുള്ള CLC ആണ് കേട്ടോ. അപ്പോൾ ഓർക്ക് ഫുഡ് കൊടുക്കണം എന്ന് വിചാരിച്ചിനി ഞാൻ. അപ്പം നമ്മളെ തുറവിൻ്റെ അന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിനി. അപ്പം അന്ന് നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഓർക്ക് ബീഫ് പറ്റൂല കേട്ടോ, ഒരു ചിക്കനാണ് കഴിക്കൽ. അപ്പം ഇന്ന് ഓർക്കുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മളവിടെ സമൂഹത്തുറവിയാണ് കേട്ടോ. അപ്പം ഞാനും ഐഫക്കുട്ടി റിച്ചും സമൂഹത്തുറവിക്ക് പോവും. പിന്നെ ഇപ്പച്ചിയും ഞാൻ ഇപ്പച്ചി പറഞ്ഞിട്ട് പറയുന്നുണ്ട് ബാവുക്കാക്കും അല്ലേ എന്നൊക്കെ പറയലുണ്ട് കമൻറ്റ് ബോക്സിൽ. നമ്മളെ ബാവുക്കാക്കും അതേപോലെ മഞ്ചുമോളും ചിഞ്ചുമോളും തുറവിക്ക് പോരില്ല. അപ്പോൾ ഓർക്കും ഫുഡ് വേണം. പിന്നെ നമ്മൾ അനിയത്തിക്കുട്ടിയും ഇളച്ചൻ്റെ കുട്ടിയൊക്കെ ഓരും പോരും. അപ്പോൾ ഉമ്മാക്കും വേണം ഫുഡ്. അപ്പോൾ ഓർക്കൊക്കെ ഏതായാലും ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഈ കൂട്ടത്തിലാക്കാമെന്ന് കരുതിട്ടോ. അങ്ങനെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ബിരിയാണി ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ചിക്കനൊക്കെ ബാവ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിന് കേട്ടോ കുറച്ച് നേരത്തെ തന്നെ. അപ്പോൾ 2 പ്രാവശ്യം ആക്കിയിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് 2 പ്രാവശ്യം ഒന്ന് മൊരിച്ചെടുക്കണുള്ളൂ കേട്ടോ. അങ്ങനെ ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ നമ്മൾ മസാല ഇങ്ങനെ വിളമ്പുന്ന സമയത്ത് അങ്ങനെ ഉടഞ്ഞു പോകില്ല. മറ്റേത് എല്ലുമെന്ന് ഇങ്ങനെ ഇറച്ചിയൊക്കെ വേറിട്ട് ശരിക്കും ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടുക അങ്ങനെ വെക്കുമ്പോൾ തന്നെയാണ്. എന്നാലും ഞാനൊന്ന് പൊരിച്ചിട്ടാട്ടോ വെക്കണത്. അപ്പോൾ അത് പൊരിച്ചൊക്കെ മാറ്റി വെച്ച് പിന്നെ ആ എണ്ണയിൽ തന്നെ ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കിലോ ചിക്കനും 1.5 കിലോ റൈസും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയൊക്കെ ഇട്ട് കൊടുത്തു. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഫ്രിഡ്ജിലുണ്ടായിനും. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ഇല്ലേനും, അപ്പോൾ ചതച്ചതില്ലേനും. പിന്നെ ഞാൻ വേഗം കുറച്ച് പച്ചമുളകൊക്കെ ജാറിലിട്ട് ചതച്ചെടുത്ത് അതും ഇട്ട് കൊടുത്തു. അങ്ങനെ ഒക്കെ കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കട്ടെ. പിന്നെ എന്തോ പറയാൻ വിചാരിച്ചിനി, ഞാൻ മറന്നുപോയി. കമൻറ്റ് ബോക്സിൽ കണ്ടത് തന്നെ. അപ്പോൾ അതിന് റിപ്ലൈ ഒന്ന് തരണം എന്നൊക്കെ വിചാരിച്ചത് തന്നെ കേട്ടോ. എന്തോ ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ ഇനി ഓർമ്മ ആകുമ്പോൾ പറയാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി കട്ട് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട്. തക്കാളി ഞാനൊരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടി നേരത്തെ ചിക്കനിലെ മസാല തേച്ചപ്പോൾ ചേർത്തിന്. പിന്നെ ഇപ്പോൾ നമ്മൾ സാധാ ചേർക്കുന്ന പോലെ തന്നെ പെരുംജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ബിരിയാണി മസാലയും ഒക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ തൈര് നാരങ്ങ നീരൊക്കെ ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പമാണ്. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് എളുപ്പമാട്ടോ. നമ്മൾ ഉണ്ടാക്കി ശീലമായില്ലേ. അപ്പോൾ നാരങ്ങ നീര് ഇപ്പോഴാട്ടോ ചേർത്തത്. അങ്ങനെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പ് നോക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഉപ്പും എരിവൊന്നും നോക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു കൈക്കണക്കിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും. എന്നാലും കുറവൊന്നും ഉണ്ടാവലില്ല കേട്ടോ. അത് പുറത്ത് കൊടുക്കണം നമുക്കറിയില്ല. എന്നാലും നമ്മൾ ഓരോട് ചോദിക്കലുണ്ട്. അപ്പം കുഴപ്പമൊന്നുമില്ല ഇനി നാട്ടോ പറയൽ. വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്കറിയാലോ, നോമ്പ് തുറന്നിട്ടല്ലേ നമ്മൾ കഴിക്കുള്ളൂ. അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതാ നല്ലോണം മിക്സാക്കി കൊടുത്ത് മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അതിൽ കിടക്കട്ടെ കേട്ടോ. പിന്നെ നമുക്ക് അരി തിളപ്പിച്ചൂറ്റിയിട്ടല്ലേ ബിരിയാണി ഞാൻ അരി തിളപ്പിച്ചൂറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അരി തിളപ്പിച്ചൂറ്റാൻ വെള്ളം അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ കേട്ടോ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട്. ഈ ചെറിയ ചുള്ളൽ വിറക് വെച്ച് കൊടുത്തതുകൊണ്ട്. ഇപ്പോൾ പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് നല്ലോണം കത്തുകയും ചെയ്യും. അങ്ങനെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഇരുമ്പിൻ്റെ അടുപ്പ് എപ്പോഴും വാങ്ങണം വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഏത് കടയിൽ നിന്നാണ് കിട്ടുമെന്നൊന്നും അറിയില്ല. ബാബുകാക്കുവിനോടും പറയലുണ്ട് നമുക്കൊരു ഇരുമ്പിൻ്റെ അടുപ്പ് വാങ്ങണമെന്ന്. അപ്പം ഇനി ഇൻഷാ അല്ലാ എന്തായാലും 1 അല്ല 2 അടുപ്പ് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പെരുന്നാൾക്കൊക്കെ ഒരു 2-3-4 ഓർഡറൊക്കെ കിട്ടിയാണ്. അപ്പം ഇനി അടുപ്പില്ലെങ്കിൽ നടക്കൂല. ഒക്കെ കറക്റ്റ് സമയത്തിന് കൊടുക്കണ്ടേ. എല്ലാവർക്കും ഒരേ ടൈമിലാവും ഫുഡ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കാൻ പിന്നെ നേരം കിട്ടൂല. അങ്ങനെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ. അതിക്ക് ഏലക്ക ഗ്രാമ്പു പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തുകയാണ്. ഉപ്പ് പിന്നെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് ബിരിയാണി ഇനിയിപ്പോൾ ദമ്മിടാനുള്ള ആ ഒരു ചെമ്പക്ക് മസാല ഇട്ട് കൊടുക്കുക.
ഈ ചെമ്പിലാട്ടോ നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കണത്. അപ്പോൾ അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാറ്ററിംഗ് ഒക്കെ തുടങ്ങി എന്നല്ലാതെ ഞാൻ അതിനായിട്ട് പാത്രങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ വീട്ടിലുള്ള പാത്രങ്ങൾ തന്നെയാണ്. ഒരു ചെമ്പ് മാത്രമേ ഉള്ളൂ ഞാൻ വാങ്ങിയിട്ട്. കുറച്ച് വലിയൊരു ചെമ്പുണ്ടല്ലോ നമ്മൾ 4 കിലോനും 5 കിലോനും ഒക്കെ വെക്കുന്നൊരു ചെമ്പ്, ആ ഒരു ചെമ്പ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ്. ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അതിനായിട്ട് പാത്രങ്ങളൊന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ അരി തിളപ്പിച്ചിട്ടാൽ ഞാനാണെങ്കിൽ ഈ കലത്തിൽ വെള്ളം വെച്ച് ശരിക്ക് വട്ടമുള്ള ചെമ്പിൽ വെക്കണതാട്ടോ നല്ലത്. എന്നാലേ നമുക്ക് അരി ഇടുമ്പോൾ അത് പുറത്ത് പോവാതെ നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളമ്മമാരൊക്കെ പറയും ഒരു അരി പുറത്ത് പോയാൽ മതി. അപ്പോൾ ഒരു പറയും അതിൻ്റെ ബർക്കത്ത് കളഞ്ഞു പറയും. അങ്ങനെ ബർക്കത്തൊന്നും കളയാതെ അരി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വട്ടമുള്ള ചെമ്പാവണം. ഇതിപ്പോൾ ഞാൻ കാലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ല, എന്തായാലും അരി പുറത്തൊന്നും കളയാതെ ഞാൻ ഇട്ട് കൊടുത്താണ്. അങ്ങനെ എളുപ്പം ഊറ്റാനാവും. നല്ലോണം തീ കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 2-3-4 തള തിളക്കുമ്പം തന്നെ ഇത് ഊറ്റാനാവും കേട്ടോ. അപ്പോൾ അവിടെ ബാവും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറേ ആൾക്കാരൊന്നും വേണമെന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഊറ്റാനുള്ളതാണ്. എന്നാലും ഒരു ഇവിടെ ഉണ്ടായതുകൊണ്ട് ഓരങ്ങനെ ഊറ്റി തരികയാണ് കേട്ടോ, നമ്മളെ സഹായിക്കുകയാണ്. അല്ലേ ചിലപ്പോൾ കമൻറ്റിലുണ്ടാവും ഈ ഒരു 1.5 കിലോ ബിരിയാണി വെക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പർ വേണമെന്ന്. നമുക്ക് ഹെൽപ്പറൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വയ്ക്കും. എന്നാലും ഒരുണ്ടാകുമ്പോൾ ഒരങ്ങനെ ചെയ്തു തരുന്നതാട്ടോ. ഐഫക്കുട്ടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഐഫക്കുട്ടി ഞാൻ ഊറ്റിയിടുന്നുണ്ട് ഇറങ്ങാണ്ട് ഓൾ ഊറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിച്ചോട്ടെ. അപ്പോൾ അതിലേക്ക് ഉള്ളിയൊക്കെ പൊരിച്ച് ആ ഒരു നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിന് ആദ്യം. പിന്നെ അണ്ടിപ്പരിപ്പ് മുതിരയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തു. ഇനി നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആർക്കേജിൻ്റെ നെയ്യ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. മിൽമൻ്റെ നെയ്യിനെക്കാട്ടിലും ടേസ്റ്റ് ആർക്കേജിൻ്റെ നെയ്യിനാണ് ബിരിയാണിക്ക്. മിൽമൻ്റെ നെയ്യ് പിന്നെ വേറൊരു ടേസ്റ്റാണ്. ഇതാണ് എനിക്ക് അങ്ങനെ കേട്ടോ തോന്നിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടച്ചു വെച്ചാണ്ട് ദം ചെയ്തെടുക്കുക. അപ്പോൾ അടുപ്പിലാണെങ്കിൽ നല്ല കനലുണ്ട്, ഈ ചകിരിയൊക്കെ ഇട്ട് കൊടുക്കണോണ്ട്. ഇപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നല്ല സുഖമാണ്. ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഏത് വിറകും കത്തും. ചകിരിയാണെങ്കിലും ചിരട്ടയാണെങ്കിലും മട്ടലാണെങ്കിലും ഒക്കെ. മഴയാണ് പെയ്ത് വെക്കണം വിറക് കത്താതെ നിൽക്കാൻ. വിറക് തണുക്കുമ്പോഴേ അങ്ങനെ കത്തി കിട്ടൂല. എന്നാലും ഇപ്രാവശ്യം ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഓടൊക്കെ മേഞ്ഞതുകൊണ്ട് മഴ നനയൂലല്ലോ. അപ്പോൾ വിറക് വെക്കണോടത്ത് ഇനി അങ്ങനെ ഷീറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല. മഴയൊന്നും കൊള്ളൂല, അതൊരു സമാധാനം ഉണ്ട്. അതേപോലെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ പേടിയാണ് എനിക്ക്. മഴ വന്നു കഴിഞ്ഞാൽ പഠിച്ചോനെ മഴ പെയ്താൽ കുടുങ്ങൂലേ. മഴ പെയ്യരുതെന്ന് പറയാൻ നമുക്ക് പാടില്ല. എന്നാലും ആ മഴ വരുന്ന സമയത്തൊരു പേടിയാണ്. ഞാൻ ചോറ് വെച്ച് ദമ്മിട്ടിട്ട് പെയ്താൽ മതിയെന്നീ എന്നൊക്കെ വിചാരിക്കും. സമാധാനമായിട്ടോ. അപ്പം അതാണല്ലേ നമ്മൾ പറയുന്നത്, നമ്മൾ കാത്തിരിക്കണം എല്ലാത്തിനും. നമ്മൾ വിചാരിക്കുമ്പോഴത്തേനൊന്നും നടക്കൂല. ഒക്കെ കുറേശ്ശെ സമയമെടുക്കും എല്ലാത്തിനും. അപ്പോൾ നമ്മൾ വിചാരിക്കണമൊക്കെ അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് എത്തണമൊക്കെ നടക്കലുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കലുണ്ട്. എൻ്റെ ഇതാട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ അമിതമായിട്ട് അങ്ങനെ ആഗ്രഹിച്ചാൽ മതി. പിന്നെ പഠിച്ചവനോടും പറയാം, അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹവും അങ്ങനെ ഓരോന്ന് സാധിക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ ബിരിയാണി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടോ. ഇനി കനലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് പിന്നെ ഓലക്കൊടി വെച്ച് ഒന്നും ഇങ്ങോട്ട് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ കനൽമ തന്നെ കിടക്കട്ടെ. പിന്നെ സമൂസയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. സമൂസയും കൊടുക്കാമെന്ന് വിചാരിച്ചു. കട്ട്ലേറ്റ് ഉണ്ടാക്കണമെന്ന് ആദ്യം വിചാരിച്ചിന്. അപ്പോൾ കിഴങ്ങ് കുറവാണ്, അപ്പോൾ സമൂസ വെക്കാമെന്ന് കരുതി. അപ്പോൾ സമൂസക്കുള്ള ഫില്ലിംഗ് ഒക്കെ സെറ്റായി. പിന്നെ കുറച്ച് തരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തരിയൊന്നും അങ്ങനെ ഉണ്ടാക്കലുണ്ടാവില്ല. ഒരു പായസമൊക്കെ അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ തരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഓരോ രീതിയിലാവില്ല തരി ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കുന്ന രീതി പറയാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അത് തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ പാൽക്കാരൻ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാൽപ്പൊടി ഞാൻ അതേപോലെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ വെള്ളത്തേക്ക് ഏലക്ക, അതേപോലെ പട്ട, ചെറിയ പീസ് ഒരു പട്ടയും അതേപോലെ തന്നെ 2-3 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിന് കേട്ടോ ആ വെള്ളത്തേക്ക്. അപ്പോൾ ഇങ്ങനെ തിളക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറായിക്ക് ഇറങ്ങിക്കോളും. കൂടുതൽ വേണ്ട കേട്ടോ, കുറച്ച് മതി. പിന്നെ പാൽപ്പൊടിയും കലക്കി വെച്ചു. ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കുമ്പോൾ സേമിയയും കൂടെ ഇടലുണ്ട്. പക്ഷേ സേമിയ ഇടണക്കാട്ടിലും ടേസ്റ്റ് സേമിയ ഇടാതെയാണ് കേട്ടോ. ഒറിജിനൽ തരി അറിയുമ്പോൾ അതിൽ സേമിയ ഉണ്ടാവില്ലല്ലോ, റവ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെയാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഒരു 2.5 കയ്യിൽ റവ ഇട്ട് കൊടുത്തോണം കേട്ടോ. ഒക്കെ മട്ടക്കണക്കാണ് കേട്ടോ, അല്ലാതെ വെള്ളത്തിൻ്റെ കണക്കോ അല്ലെങ്കിൽ റവൻ്റെ കണക്കോ ഒന്നുമില്ല. ഒക്കെ ഒരു കൈക്കണക്കിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക.
അങ്ങനെ എന്താ റവയൊക്കെ ഇട്ട് കൊടുത്തു, മിക്സാക്കി കൊടുത്തു. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാനും, വലിയ റിസ്ക് ഒന്നും ഇല്ല. പക്ഷെ നോമ്പ് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ആട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇത് അനീഷിനെ വിചാരിച്ച് ഉണ്ടാക്കുവാണ്. കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല. എനിക്കിഷ്ടമൊക്കെയാണ്. ഞാൻ പിന്നെ ഇപ്പോൾ ഷുഗറൊക്കെ ആയതുകൊണ്ട് മധുരമൊക്കെ അങ്ങനെ കുറക്കാൻ നോക്കുകയാണ്. മധുരം വേണതൊക്കെ കഴിക്കുമ്പോൾ മധുരം ഇല്ലാഞ്ഞാൽ അതൊന്നും ഇറങ്ങൂല. പിന്നെ അമ്മക്കും ഇഷ്ടം കേട്ടോ. എൻ്റെ അമ്മ പോയിട്ടോ, ഇവിടുത്തെ അമ്മാൻ്റെ കാര്യം പറഞ്ഞത്. എൻ്റെ അമ്മ വീട്ടിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ പെരുന്നാളൊക്കെ ആവാനായില്ലേ. അപ്പോൾ നമ്മൾ പാൽപ്പൊടിയൊക്കെ കലക്കിയതൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ മധുരവും ചേർത്ത് കൊടുത്തു. മധുരം ലാസ്റ്റ് ആട്ടോ ചേർക്കുക, റവ ഒന്ന് വെന്ത് വന്നതിന് ശേഷം. അല്ലെങ്കിൽ ഇനി സേമിയോ റവയൊക്കെ വേവാതെ തന്നെ ചേർത്താൽ ചെറിയൊരു ബലം വെക്കലുണ്ടാവും. അപ്പോൾ വെന്തിട്ട് ചേർക്കുക നല്ലത്. അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തു. നമ്മളെ തരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ വീഡിയോയിൽ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്, ലാസ്റ്റ് കേട്ടോ. ആ വീഡിയോ നിന്ന് ഡിലീറ്റ് ചെയ്താൽ തോന്നുന്നു. അപ്പോൾ ആ വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ പശുവും പാൽ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ സമയപ്പോഴത്തേന് പാൽക്കാരൻ വന്നേനി കേട്ടോ. അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് അതും ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളെ റവയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റവയല്ല, തരി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൂമിച്ചെടുത്താൽ മതി. പിന്നെ തരി തൂമിക്കുമ്പം ചിലർ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് കൊടുക്കും. ഞാൻ ഈ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ ചെറുതാക്കി അരിഞ്ഞിട്ട് അതാട്ടോ ഇട്ട് കൊടുക്കൽ. അതാണ് ശരിക്ക് തരിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇപ്പോൾ ഉള്ളവരിടുന്നതല്ലേ. പണ്ടൊക്കെ ഇത് എങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്. എൻ്റെ ഉപ്പാക്കൊന്നും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടാൽ പറ്റൂല. ആ ഉള്ളി മൂപ്പിക്കണ ആ ഒരു ടേസ്റ്റ് കിട്ടണം. അപ്പോൾ ഞാനും ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നെയ്യിൽ ചെറുതാക്കി അരിഞ്ഞ ഉള്ളി ഇട്ടാണ്ട് തൂമിച്ച് അതിൽ ഒഴിച്ചു കൊടുത്തു. ഇനി അടച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ സമൂസയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിന്. പിന്നെ അത് പൊരിച്ചെടുക്കണം. അപ്പോൾ സമൂസ പൊരിക്കാൻ ഇങ്ങനത്തെ ഫ്രൈ പാൻ ആകുമ്പം ഒരു ട്രിപ്പിൽ തന്നെ 5-6 അങ്ങനെ പോവും. മറ്റേ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചാൽ സമൂസ പൊരിക്കുമ്പോൾ അങ്ങനെ 2-3 ഒരു ട്രിപ്പിൽ പോവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറേ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ പിന്നെ 5-6 പോവും. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗം നല്ല രീതിയിൽ തന്നെ മുരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ സമൂസയും ഒക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സമൂസയും കുറച്ച് അധികം പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഒരുക്ക് കൊടുക്കാനും വേണം. പിന്നെ നമ്മളെ മക്കളും ഉണ്ടാവുമല്ലോ ഇവിടെ നോമ്പ് തുറക്കാൻ, ഒരുക്കും വേണ്ടേ. അപ്പോൾ അതൊക്കെ പൊരിച്ചെടുത്തു. പിന്നെ നമ്മൾ തരി നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ നെയ്യിൽ തൂമിച്ചതല്ലേ, അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നോമ്പ് തുറക്കാൻ പോകും വേണം. അപ്പോൾ ഞാൻ ബാബുവിനോട് പറഞ്ഞു നിങ്ങൾ ബിരിയാണി പൊട്ടിക്കോ വെച്ച്. അപ്പോൾ ഇപ്പച്ചി മക്കളും കൂടിയാണ്ട് ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ആവിയൊക്കെ കയറിയിരിക്കണം കേട്ടോ. നമ്മൾ ബിരിയാണിക്ക് ആവി നല്ലോണം കയറിയെങ്കിൽ തന്നെ ബിരിയാണി നന്നാവുള്ളൂ. ദമ്മ് നല്ലോണം കയറണം. അപ്പോൾ ബിരിയാണിയൊക്കെ പൊട്ടിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 1 മണിക്കൂർ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടതിന് ദമ്മിലിട്ടേന് കേട്ടോ. 1 മണിക്കൂർ, ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും കിടക്കും വേണം. അപ്പോഴേ ദം ബിരിയാണി ആവുള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരിക്കണ ബിരിയാണിയൊക്കെ. അങ്ങനെ ബിരിയാണിയൊക്കെ പൊട്ടിച്ചു. പിന്നെ മസാലയും റൈസൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഈ മസാലയിൽ ഇങ്ങനെ ചോറിങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ വാഴൻ്റെല വെക്കൽ കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വാഴൻ്റെല വെച്ചിരുന്നല്ലോ. പിന്നെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഓരോരുത്തർ പറയൽ തുടങ്ങി എന്തിനാണ് ആ വാഴൻ്റെല വെക്കണത്, വാഴൻ്റെല വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പിന്നെ വാഴൻ്റെല വെക്കലില്ല ഇപ്പം. അപ്പം കൊടുക്കാനുള്ള ചോറൊക്കെ ഞാൻ പാത്രത്തിലാക്കി. ചോറും പീസൊക്കെ ഒന്ന് തന്നെ ആയിട്ട് ഇട്ടുന്നത്. പിന്നെ തൈരൊക്കെ ബാബു ഉണ്ടാക്കിനി. അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ അമ്മക്കുള്ള ചോറും ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേന് തന്നെ നോമ്പ് തുറക്കാനുള്ളവർക്ക് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരിപ്പോൾ നോമ്പൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ആ ഒരു സമയത്തിന് തന്നെ നമ്മളിതൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ സമൂസ ഈ ഒരു കാസറോളാക്കിയിട്ട് സമൂസയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മക്കുള്ളത് വേറെയും അനീഷക്കുള്ളത് വേറെയൊക്കെ പാത്രത്തിലാക്കി. ഇനിയിപ്പോൾ നമുക്ക് തുറക്കാൻ പോണേ. നമ്മൾ ഐഫക്കുട്ടിയാണെങ്കിൽ തിരക്ക് കൂട്ടുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും പോവൽ തുടങ്ങിയിരിക്കണ്. അപ്പോൾ അടുത്ത വീട്ടിലത്തോലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. പിന്നെ പാടത്ത് കൂടി ആകുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ, നല്ലൊരു വൈബല്ലേ. അപ്പോൾ തരിയും ഒക്കെ പാത്രത്തിലാക്കി അതൊക്കെ കൊടുത്തു. അങ്ങനെ ഞാനും ഐഫക്കുട്ടിയും റിച്ചും നമ്മളെ അനിയത്തിക്കുട്ടിയും ഇളച്ചൻ്റെ കുട്ടി കേട്ടോ നോമ്പ് തുറക്കാൻ സമൂഹത്തുറയ്ക്ക് പോണത്. പിന്നെ നമ്മൾ അടുത്ത വീട്ടിലത്തോരൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള ഒരു നോമ്പ് തുറ. പാടത്തായതുകൊണ്ടേ നല്ല കാറ്റും എന്താ പറയുക നല്ലൊരു വൈബ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നോമ്പൊക്കെ തുറന്നപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം നമ്മളവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. എല്ലായിടത്തും അങ്ങനെ തന്നെ ആവും. അങ്ങനെ ജാതി അങ്ങനത്തെ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരേപോലെ തന്നെയാണ്.
അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഈ ഒരു സൗഹൃദം എന്നും നിലനിൽക്കട്ടെ. എല്ലാവരും ഉണ്ട് കേട്ടോ, ചേച്ചിമാരും ചേട്ടന്മാരും അതേപോലെ എന്താ പറയുക ക്രിസ്ത്യൻസും എല്ലാവരും ഉണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ. അപ്പം അങ്ങനെ നോമ്പൊക്കെ തുറന്നു. അവിടെ എന്താ ഫ്രൂട്ട്സും അതേപോലെ ജ്യൂസൊക്കെ ഉണ്ടായിന്. പിന്നെ ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ കഴിച്ച് നോമ്പൊക്കെ തുറന്നു, റാഹത്തായി. പിന്നെ കണ്ടോ അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ കഴിയുമ്പോഴത്തേന് ഇരുട് ഇങ്ങനെ ആയി വരികയല്ലേ. അപ്പം ആ പാടത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു രസമാട്ടോ. കുറേയൊന്നും പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നു. പിന്നെ നമുക്ക് നിസ്കരിക്കണ്ടേ, അപ്പോൾ വേഗം പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.